ഹായ്, നമസ്കാരം. ഏവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഡ്രൈവർ ഗ്രേഡിലെ കുറേ കാര്യങ്ങൾ, കുറേ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോവാം. റെഡി അല്ലേ? അത്ര നിസ്സാരമായി കാണേണ്ട ഒരു എക്സാം അല്ല, അത്യാവശ്യം നിലവാരം പുലർത്താൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാക്തി. അപ്പൊ അത്ര അങ്ങ് എന്താ ഉയർന്ന തലങ്ങളിലേക്ക് ക്വസ്റ്റ്യൻ പോകുന്നില്ല, എന്നാൽ അങ്ങ് താഴെയുമല്ല, ഒരു സാധാരണ രീതി നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? എൻസൈം. രാസാഗ്നി അല്ലെങ്കിൽ എൻസൈം ഏതാണ്? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പെപ്സിൻ, ലൈസോസൈം, ട്രിപ്സിൻ, അമിലൈസ്. അതായത് സലൈവറി അമിലൈസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ പെപ്സിൻ, ലൈസോസൈം, ട്രിപ്സിൻ, അമിലൈസ്. ഇതിന്റെ ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറയാൻ പറ്റുന്നുണ്ടോ? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാ? ലൈസോസൈം അല്ലെ? കണ്ണുനീരിൽ അടങ്ങിയ രാസാഗ്നി ഏതാ? ലൈസോസൈം. മക്കളെ, എന്താണ് എൻസൈം? എൻസൈം എന്നത് ഒരു ഗ്രീക്ക് വാക്കാണ്. എൻസൈം എന്ന എവിടുത്തെ വാക്കാണ് മക്കളെ? ഗ്രീക്ക് വാക്ക്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ. എല്ലാ എൻസൈമുകളും മാംസ്യങ്ങളാണ്. എല്ലാ എൻസൈമുകളും എന്താണ്? മാംസ്യങ്ങളാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ. അപ്പൊ നോക്കിയേ, ലോകത്തിലെ ആദ്യത്തെ എൻസൈം ഏതാണ്? സൈമേസ്. ഏതാണ്? സൈമേസ്. ലോകത്തിലെ ആദ്യത്തെ എൻസൈമിന്റെ പേരെന്താ മക്കളെ? സൈമേസ്. ഒന്ന് കുറിച്ച് വെച്ചേക്കണേ. സൈമേസ്. എന്താ പറഞ്ഞേ? എൻസൈമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈം എന്നൊരു ഗ്രീക്ക് വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം ഇൻ ഈസ്റ്റ്, ഈസ്റ്റിനുള്ളിൽ എന്നാണ് അർത്ഥം. എന്താ അർത്ഥം? ഈസ്റ്റിനുള്ളിൽ. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ. എല്ലാ എൻസൈമുകളും പ്രോട്ടീനുകളാണ്. ക്ലിയർ ആണോ? 3 പോയിന്റ് പറഞ്ഞുള്ളൂ. എൻസൈം എന്ന വാക്കിന്റെ അർത്ഥം ഈസ്റ്റിനുള്ളിൽ. ഏതാണ്? ഈസ്റ്റിനുള്ളിൽ. ഈസ്റ്റിൽ 2 എൻസൈമുകളാണ് മക്കളെ, സൈമേസും ഇൻവെർട്ടേസും. ഏതൊക്കെയാണ്? സൈമേസും ഇൻവെർട്ടേസും. ക്ലിയർ ആണോ? ലോകത്തിലെ ആദ്യത്തെ എൻസൈം ഏതാണ്? സൈമേസ് ആണ്. എൻസൈം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇൻ ഈസ്റ്റ്, ഈസ്റ്റിനുള്ളിൽ. ഈസ്റ്റിലെ എൻസൈമുകൾ ഏതൊക്കെയാ? സൈമേസും ഇൻവെർട്ടേസും. ഒരു ബേസ് പറഞ്ഞതേ ഉള്ളൂ. കിട്ടിയോ മക്കളെ? കാര്യങ്ങൾ പറ്റിയോ? അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. കണ്ണുനീരിലും ഉമിനീരിലും ഒരുപോലെ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ഏതാ? ലൈസോസൈം. കണ്ണുനീരിലും ഉമിനീരിലും ഒരുപോലെ അടങ്ങിയ എൻസൈം ഏതാ? ലൈസോസൈം. നോക്കിയേ മക്കളെ, അപ്പൊ കണ്ണുനീരിലും ഉമിനീരിലും ഒരുപോലെ അടങ്ങിയ എൻസൈം നോക്ക് അല്ലെ? ലൈസോസൈം. അണുക്കളെ നശിപ്പിക്കും. എന്ത് നശിപ്പിക്കും മക്കളെ? അണുക്കളെ നശിപ്പിക്കും. അപ്പൊ കണ്ണിനുള്ളിലേക്ക്, അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് കണ്ണ്, മൂക്ക്, ചെവി, വായ്, ജനൈറ്റൽ ഏരിയ അല്ലെ? ആ ഭാഗങ്ങളിലെല്ലാം തടയാൻ വേണ്ടി ഒരു സെക്രീഷൻസ് കാണാം. ഇപ്പൊ കണ്ണുനീരിലും ഉമിനീരിലും അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. ഭക്ഷണത്തിലെ അണുക്കളെ നശിപ്പിക്കുന്നു, കണ്ണിലേക്ക് വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഏതാ? ലൈസോസൈം. നോക്കിയേ, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ 2 എൻസൈമുടെ. ഉമിനീരിൽ എത്ര എൻസൈം ഉണ്ട്? 2 എൻസൈം. ഏതൊക്കെയാ? സലൈവറി അമിലൈസ്. ഏതാണ്? സലൈവറി അമിലൈസ്. അതിന് മറ്റൊരു പേരാണ് ടയലിൻ. ഏതാണ്? ടയലിൻ. സലൈവറി അമിലൈസ് അഥവാ ടയലിൻ. ക്ലിയർ ആണോ? അപ്പൊ കണ്ണുനീരിലും ഉമിനീരിലും ഒരുപോലെ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. ഉമിനീരിൽ എത്ര എൻസൈം ഉണ്ട്? 2 എൻസൈം ഉണ്ട്. ഏതൊക്കെയാ? സലൈവറി അമിലൈസ് അഥവാ ടയലിൻ, അതുപോലെ ലൈസോസൈം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ കണ്ണുനീരിലും ഉമിനീരിലും അടങ്ങിയിരിക്കുന്ന അണുനാശക ശക്തിയുള്ള എൻസൈം ലൈസോസൈം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നമുക്കറിയാം, ദഹനം തുടങ്ങുന്ന എവിടെയാ? ഇനി അനുബന്ധ ചില കാര്യങ്ങൾ, കുറച്ച് കണക്റ്റിംഗ് ഫാക്ടർ പഠിക്കാം. ദഹനം തുടങ്ങുന്ന എവിടാ? വായില്. ദഹനം തുടങ്ങുന്ന എവിടാ? വായില്. അവസാനിക്കുന്ന എവിടാ? ചെറുകുടൽ. ദഹനം തുടങ്ങുന്ന എവിടാ? വായില്. എൻഡ് ചെയ്യുന്ന എവിടാ? ചെറുകുടലാണ്. ക്ലിയർ ആണോ? അപ്പോൾ വായിൽ വെച്ച് നമ്മൾ തുടങ്ങും. ഭക്ഷണം നമ്മൾ വായിലേക്ക് ഇട്ട് ചവച്ചരയ്ക്കുമ്പോൾ ചെറിയൊരു, അതായത് പച്ചച്ചോറ് വായിലിട്ട് അരയ്ക്കുമ്പോൾ, ചവച്ചരയ്ക്കുമ്പോൾ ഒരു ചെറിയ മാധുര്യം ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? ദഹനം തുടങ്ങിയതാണ്. ദഹനം തുടങ്ങുന്നത് വായിലാണ് അല്ലേ? അവിടെ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റും. എന്താ പറഞ്ഞേ? അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കും. എന്താ ഈ ഭാഗികമായി? 30%. ഇവിടെ 30%. അന്നജത്തെ 30% മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈമാണ് സലൈവറി അമിലൈസ്. കിട്ടിയോ? അപ്പൊ കണ്ണുനീരിലും ഉമിനീരിലും ഒരുപോലെ അടങ്ങിയ എൻസൈം ഏതാ? ലൈസോസൈം. അണുനാശക ശക്തിയുള്ള എൻസൈം ഏതാ? ലൈസോസൈം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന സലൈവറി ഗ്ലാൻഡ് അല്ലെങ്കിൽ സലൈവയിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതൊക്കെയാ?
ടയലിനും ലൈസോസൈമും. ടയലിന്റെ മറ്റൊരു പേരാണ് ഏതാ? സലൈവറി അമിലൈസ്. ക്ലിയർ ആണോ? ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈം ലൈസോസൈം. പറഞ്ഞ പോയിന്റ് തന്നെയാ. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? ഏതാ? സലൈവറി അമിലൈസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത ഭാഗത്തേക്ക് പോവാം. നോക്കിക്കേ, ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് കുറെ എൻസൈംസ് ഉണ്ടായിരുന്നു ഇല്ലേ? പെപ്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റ് എൻസൈം നോക്കാം. അപ്പൊ ദഹനം തുടങ്ങുന്ന എവിടാ? വായിൽ. അവസാനിക്കുന്ന എവിടാ? ചെറുകുടൽ. ദഹനം പൂർത്തിയാവാൻ എത്ര സമയം എടുക്കും? 4-5 മണിക്കൂർ എടുക്കും. 4 മുതൽ 5 മണിക്കൂർ. ദഹനം തുടങ്ങിയത് വായിൽ, അവസാനിക്കുന്നത് ചെറുകുടൽ. ദഹനം പൂർത്തിയാവാൻ എത്ര സമയം എടുക്കും മക്കളെ? 4 മുതൽ 5 മണിക്കൂർ. 4-5 മണിക്കൂർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ വായില് ഉമിനീർ ഗ്രന്ഥികൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും മക്കളെ? അതായത് അപ്ഡേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്, ഉമിനീർ ഗ്രന്ഥി എത്ര ഉണ്ട്? നമുക്കറിയാം, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും അതിന്റെ അപ്ഡേറ്റഡ് ആൻസർ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഉമിനീർ ഗ്രന്ഥി എത്ര ഉണ്ട്? 3 ജോഡിയോ 4 ജോഡിയോ? ആലോചിച്ച് നോക്കിയേ, 3 ജോഡി എന്ന് ഭൂരിഭാഗം ആൾക്കാരും പറയും. ഇല്ല, 4 ജോഡി. ഉമിനീർ ഗ്രന്ഥി എത്ര ഉണ്ട്? 4 ജോഡിയുണ്ട് അല്ലേ? ഉമിനീർ ഗ്രന്ഥികൾ 4 ജോഡിയുണ്ട്. ഏറ്റവും പുതുതായിട്ട് മനുഷ്യരിൽ ഒരു അവയവം കണ്ടെത്തിയിരുന്നു അല്ലേ? മനുഷ്യരിലെ ആകെ അവയവങ്ങളുടെ എണ്ണം മക്കളെ ഒന്ന് നോക്കി വെച്ചേക്കണേ. മനുഷ്യരിലെ ആകെ അവയവങ്ങളുടെ എണ്ണം ഇപ്പൊ എത്ര? 81 അവയവം. എത്ര അവയവമുണ്ട്? മനുഷ്യരിലെ ആകെ അവയവങ്ങളുടെ എണ്ണം എത്രയാണ്? 81 അവയവം. എത്ര അവയവമുണ്ട്? 81. 81ാമത്തെ അവയവത്തിന്റെ പേരെന്താ? 81ാമത്തെ അവയവത്തിന്റെ പേരെന്താ? ഏതാ? ട്യൂബേറിയൽ ഗ്രന്ഥി. ഏതാണ്? ട്യൂബേറിയൽ ഗ്രന്ഥി. മക്കളെ പേപ്പറിൽ കുറിച്ചെടുക്കണം. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മനുഷ്യരിൽ ആകെ എത്ര അവയവമുണ്ട്? 81. 81ാമത്തെ അവയവം ഏതാ? ട്യൂബേറിയൽ ഗ്രന്ഥി. ഏത് ഗ്രന്ഥിയാണ്? ട്യൂബേറിയൽ ഗ്രന്ഥി. ഏതാണ്? ട്യൂബേറിയൽ ഗ്രന്ഥി. ഏത് ഗ്രന്ഥി? ട്യൂബേറിയൽ ഗ്രന്ഥി. അതൊരു ഉമിനീർ ഗ്രന്ഥിയാണ്. അപ്പൊ ഏറ്റവും അവസാനം കണ്ടെത്തിയ അവയവം 81ാമത്തെ അവയവം ട്യൂബേറിയൽ ഗ്രന്ഥി. അതൊരു ഉമിനീർ ഗ്രന്ഥിയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നോക്കിയേ, അപ്പൊ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം നോക്കാം. ഏതൊക്കെയാ? ആമാശയം, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്ന് പറയും. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, ആമാശയ ഗ്രന്ഥി, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന എൻസൈമുകൾ ഏതൊക്കെയാ നോക്കാം. പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിക് ലിപ്പേസ്. ഏതൊക്കെയാണ്? ഏതൊക്കെയാ? പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിക് ലിപ്പേസ്. അതുപോലെ ആഗ്നേയ രസം, അതായത് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാസ്, ആഗ്നേയ ഗ്രന്ഥിയുടെ ഇംഗ്ലീഷ് ആണ് ഏതാ? പാൻക്രിയാസ്. ആ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് അഥവാ ആഗ്നേയരസം. ആഗ്നേയരസത്തിലെ രാസാഗ്നികളാണ് സലൈവറി അമിലൈസ് എന്ന് പറഞ്ഞ വായിലല്ലേ? ഇവിടെ എന്താ? പാൻക്രിയാറ്റിക് അമിലൈസ്. ഏതാണ്? പാൻക്രിയാറ്റിക് അമിലൈസ്, ട്രിപ്സിൻ, ലിപ്പേസ്. മക്കളെ ഒന്ന് റിവൈൻഡ് ചെയ്തേ. എന്താണ് എൻസൈം? എൻസൈം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇൻ ഈസ്റ്റ്. എൻസൈം എന്ന വാക്കിന്റെ അർത്ഥം ഇൻ ഈസ്റ്റ് എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ എൻസൈം ആണ് സൈമേസും ഇൻവെർട്ടേസും. അപ്പൊ ആൻസർ ആയി പരിഗണിക്കുക സൈമേസ് ആണ്. സൈമേസും ഇൻവെർട്ടേസും. സൈമേസും ഇൻവെർട്ടേസും ഈ എൻസൈം എവിടെ കാണുന്നത്? ഈസ്റ്റിനുള്ളിലാണ്. എവിടെയാണ്? ഈസ്റ്റിനുള്ളിലാണ്. ക്ലിയർ ആണോ? എല്ലാ എൻസൈമുകളും മാംസ്യമാണ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവിടെ പരീക്ഷയ്ക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാ? കണ്ണുനീരിൽ അടങ്ങിയ എൻസൈം ഏതാ? ലൈസോസൈമാ. അത് കണ്ണുനീരിലും ഉമിനീരിലും ഒരുപോലെ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ഏതാ? ലൈസോസൈം. ജോലി എന്താ? അണുനാശക ശക്തിയുണ്ട്. എന്ത് ശക്തിയുണ്ട്? അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ചോദിച്ചു ഉമിനീരിൽ എത്ര എൻസൈം ഉണ്ട്? 2 എൻസൈം, സലൈവറി അമിലൈസും അതുപോലെ ലൈസോസൈമും. അപ്പൊ ഡൗട്ട് തോന്നും, സലൈവറി അമിലൈസിന്റെ മറ്റൊരു പേരെന്താ? ടയലിൻ. ഏതാണ്? ടയലിൻ. ദഹനം തുടങ്ങുന്ന എവിടെയാ? വായിൽ. അവസാനിക്കുന്ന എവിടാ? ചെറുകുടൽ. കിട്ടിയോ? കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ദഹനം പൂർത്തിയാവാൻ എത്ര സമയം എടുക്കും? 4 മുതൽ 5 മണിക്കൂർ. 4-5 മണിക്കൂർ. എത്ര മണിക്കൂർ? 4-5 മണിക്കൂർ. അപ്പൊ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കുന്ന എൻസൈമാണ് ഏതാ? സലൈവറി അമിലൈസ്. ക്ലിയർ ആ? നോക്കിയേ, അന്നജത്തെ ഭാഗികമായി ഏതാണ്? സലൈവറി അമിലൈസ്. അതായത് 30% അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റും അല്ലേ? ബാക്കി ആരാക്കൂടെ? പാൻക്രിയാറ്റിക് അമിലൈസ്. ഇവിടെ 30% ആക്കിയോളൂ. അപ്പൊ അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കുന്നത് സലൈവറി അമിലൈസും അന്നജത്തെ പൂർണ്ണമായി മാൾട്ടോസ് ആക്കുന്നത് പാൻക്രിയാറ്റിക് അമിലൈസുമാണ്.
ക്ലിയർ ആണോ? ഇത് പാൻക്രിയാറ്റിക് അമിലൈസ്. ഏതാണ്? അതായത് മക്കളെ നിങ്ങൾ പേര് പഠിക്കുക. ആമാശയം, ഇംഗ്ലീഷ് എന്താ? സ്റ്റൊമക്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് അല്ലാതെ ഒരു വാക്ക് പറയും, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. എന്ത് വിളിക്കും? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ആമാശയത്തിൽ അടങ്ങിയിരുന്ന എൻസൈം ഏതൊക്കെയാ? പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിക് ലിപ്പൈസ്. ക്ലിയർ ആണോ? പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിക് ലിപ്പൈസ്. നോക്കിയേ, ആഗ്നേയരസത്തിലെ രാസധാതുക്കൾ ഏതൊക്കെയാ? സലൈവറി അമിലൈസ്, ട്രിപ്സിൻ, അതുപോലെ ലിപ്പൈസ്, സലൈവറി ലിപ്പൈസ്. കിട്ടിയോ മക്കളെ? കാര്യങ്ങൾ മനസ്സിലായോ? ഇതിന്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. എന്നാ നോക്കിയേ, ആമാശയമാണ് കാണുന്നത് അല്ലേ? ആമാശയം. അപ്പൊ ദഹനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ദഹനം തുടങ്ങുന്ന കാര്യം പറഞ്ഞു, അവസാനിക്കുന്ന മനസ്സിലായി. നാവുണ്ട്, പല്ലുണ്ട്, താഴോട്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. നോക്കിയേ, ആമാശയം, സ്റ്റൊമക്. ഏത് അക്ഷരം പോലെയുണ്ട്? ഏതക്ഷരം പോലെയുണ്ട്? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ജെ ഷേപ്പ് അല്ലേ? ജെ ഷേപ്പ്. അപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ ആകൃതിയിലുള്ള ഒരു ഓർഗനാണ് ഏതാ? ആമാശയം. ഏതാണ്? ആമാശയം. ഇതിന് നോക്കിയേ, ഒരുപാട് റീജിയൻസ് ഉണ്ട്. പൈലോറസ്, ഫണ്ടസ്, ബോഡി, അങ്ങനെ പല റീജിയൻസ് ഉണ്ട്. അപ്പൊ നോക്കാം. അപ്പൊ നോക്കിയേ, ആമാശയത്തിന്റെ ഭിത്തിയിൽ കുറെ ഗ്രന്ഥികൾ കാണപ്പെടുന്നുണ്ട്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. ആ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ദ്രാവകമാണ് ആമാശയരസം. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന രസം ഏതാ? ആമാശയരസം. അപ്പൊ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസ് ആണ് ഗ്യാസ്ട്രിക് ജ്യൂസ്, അല്ലെങ്കിൽ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് ആമാശയരസം. കിട്ടിയോ? അതിൽ എന്തൊക്കെയുണ്ട്? പെപ്സിൻ എന്ന എൻസൈം ഉണ്ട്, പിന്നെ ലിപ്പൈസ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, ശ്ലേഷ്മം ഉണ്ട്. അതായത് നോക്കിയേ, പെപ്സിൻ, ഗ്യാസ്ട്രിക് ലിപ്പൈസ്, പിന്നെന്താ? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. കിട്ടിയോ മക്കളെ? നോക്കിയേ, HClന്റെ ജോലി എന്താ? നമ്മൾ ആദ്യം പറഞ്ഞു, ഭക്ഷണത്തിലെ അണുക്കളെ നശിപ്പിക്കുന്ന ഒരു എൻസൈം. കണ്ണുനീരിലും ഉമിനീരിലും ഒരുപോലെ കാണുന്ന എൻസൈം ഏതാ? ലൈസോസൈം. അല്ലേ? കുറച്ചൊക്കെ അണുക്കളെ നശിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. ബാക്കി ഭക്ഷണത്തിൽ കുറച്ചും കൂടെ അണുക്കൾ കാണത്തില്ലേ? ആ അണുക്കൾ ഇപ്പൊ പെട്ടുപോകും. കാര്യം ആമാശയത്തിനുള്ള ആസിഡ് ഏതാ? HCl. ഇല്ലേ? നോക്കിയേ, ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കും. ആമാശയത്തിലെ ദഹന പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഒരു ആസിഡാണ് ഏതാ? HCl. അതായത് ഇതിനകത്ത് പ്രവർത്തിക്കാൻ അസിഡിക് നേച്ചർ ആണ് വേണ്ടത്. ഏതാണ്? ഇവിടെ ഫുഡ് വന്നിങ്ങനെ നിൽക്കുക, ഭക്ഷണം ഇവിടെ ഇങ്ങനെ വരുന്നു, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് കയറ്റി വിടില്ല. ഇവിടെ ഒരു പ്രത്യേക അടപ്പ് പോലൊരു ഭാഗമുണ്ട്, സ്പിഞ്ചർ എന്നൊക്കെയാ പറയുന്നത്, നമുക്കത് പഠിക്കാനില്ല. ഇവിടെ വന്ന് ഇങ്ങനെ ഫുഡ് നിൽക്കും. ഇതിനകത്തോട്ട് വരികയാണെങ്കിൽ ആ ഭക്ഷണം എന്തായി മാറും? അസിഡിക് ആക്കും. അങ്ങനെയാണെങ്കിൽ കയറിയാൽ മതി ഭക്ഷണം. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഭക്ഷണം വന്നാൽ ഇതിനകത്ത് ആസിഡാണ്, അപ്പൊ അസിഡിക് നേച്ചർ ആവും. കാര്യം എന്തിനാ അസിഡിക് ആക്കുന്നത്? എന്റെ എൻസൈമുകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ അസിഡിക് നേച്ചർ വേണം. ഈ ആമാശയത്തിന്റെ എൻസൈമുകൾ പ്രവർത്തിക്കണമെങ്കിൽ അസിഡിക് മീഡിയത്തിൽ മാത്രമേ പ്രവർത്തിക്കൂ. അപ്പൊ ആ pH ക്രമീകരിക്കുന്ന ആരാ? HCl. ആമാശയത്തിലെ ഭക്ഷണങ്ങളുടെ pH ക്രമീകരിക്കുന്ന ആരാണ്? HCl ആണ്. കിട്ടിയോ? അത് കൊള്ളാലോ. ഈ HCl ഈ ആമാശയത്തിന്റെ ഇന്നർ ലൈനിങ്ങുമായി റിയാക്ട് ചെയ്തുകൂടെ? ഈ ആമാശയത്തിന്റെ ആന്തരഭിത്തിയുമായി ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാം എന്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്? ശ്ലേഷ്മം പറ്റിപ്പിടിച്ചിരിക്കുന്നു. അപ്പൊ ആമാശയത്തിന്റെ ആന്തരഭിത്തിയുമായി HCl പ്രവർത്തിക്കാതിരിക്കാനാണ് ശ്ലേഷ്മം ഉള്ളത്. എന്തുള്ളത്? ശ്ലേഷ്മം ഉള്ളത്. കിട്ടിയോ? ആമാശയ ഉൽപ്പാദിപ്പിക്കുന്ന രസം ഏതാ? ആമാശയരസം. ആമാശയരസത്തിൽ എന്തൊക്കെയുണ്ട്? HCl ഉണ്ട്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന HClന്റെ അളവ് എത്ര? 2 ലിറ്റർ. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന HClന്റെ അളവ് 2 ലിറ്റർ ആണ്. കിട്ടിയോ? അപ്പൊ HCl ആമാശയത്തിന്റെ ആന്തരഭിത്തിയുമായി പ്രവർത്തിക്കാതിരിക്കാൻ സഹായിക്കുന്ന ദ്രാവകം ഏതാ? ശ്ലേഷ്മം. കിട്ടിയോ? കാര്യങ്ങൾ മനസ്സിലായോ? ഇനി പെപ്സിന്റെ ആദ്യത്തെ അക്ഷരം P അല്ലേ? പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കും. പ്രോട്ടീനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ഏതാ? പെപ്സിൻ. ഏതാണ്? പെപ്സിൻ. ആമാശയത്തിൽ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ് ഏതാ? പെപ്സിൻ. പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റും. ഇനി കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നതാണ് ഏതാ? ഗ്യാസ്ട്രിക് ലിപ്പൈസ്. കിട്ടിയോ മക്കളെ? കിട്ടിയോ? ദഹനം തുടങ്ങുന്ന എവിടാ? വായില്. അവസാനിക്കുന്ന എവിടാ? ചെറുകുടൽ. ക്ലിയർ ആണോ? ഏകദേശം ഒരു ഐഡിയ വന്നല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോവാം. ആഗ്നേയരസം, പാൻക്രിയാറ്റിക് ജ്യൂസ്, ആഗ്നേയരസം. അതിനകത്ത് എന്തൊക്കെയുണ്ട്? പാൻക്രിയാറ്റിക് അമിലൈസ് ഉണ്ട്, അതുപോലെ ട്രിപ്സിൻ ഉണ്ട്,
പാൻക്രിയാറ്റിക് ലിപ്പൈസ് ഉണ്ട്. നോക്കിയേ, ഇവിടെ രണ്ടിടത്ത് നമ്മൾ പാൻക്രിയാറ്റിന് എഴുതിയേക്കുന്ന വേറൊരിടത്ത് ഈ വാക്കുകൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ സലൈവറി അമിലൈസ് അന്നജത്തെ ഭാഗികമായി 30% മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ബാക്കി 70% ഇല്ലേ, ഞാനാക്കി. ആരാക്കി? അന്നജത്തെ മാൾട്ടോസ് ആക്കി. ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി അടുത്ത പ്രോട്ടീനെ ട്രിപ്സിൻ എന്താക്കി മാറ്റും? പെപ്റ്റൈഡ് ആക്കും. നേരത്തെ പ്രോട്ടീനെ ആമാശയത്തിൽ വെച്ച് എന്താക്കി? പെപ്സിൻ എന്താക്കി? പെപ്റ്റോൺ ആക്കി. പ്രോട്ടീനെ എന്താക്കി? പെപ്റ്റോൺ. അപ്പോൾ ആമാശയത്തിലെ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ് ഏതാ? പെപ്സിൻ എങ്കിൽ ഗ്യാസ്ട്രിക്, അതായത് നമ്മുടെ എന്താ പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമാണ് പ്രോട്ടീൻ. പ്രോട്ടീനെ എന്താക്കി മാറ്റി? പെപ്റ്റൈഡ് ആക്കി. ഏത് എൻസൈം? ട്രിപ്സിൻ എന്ന എൻസൈം. ഏത് എൻസൈം? ട്രിപ്സിൻ എന്ന എൻസൈം. അപ്പൊ പ്രോട്ടീനെ എന്താക്കി മാറ്റി? പെപ്റ്റൈഡുകളാക്കി. കിട്ടിയോ? കാര്യങ്ങൾ മനസ്സിലായല്ലോ? വീണ്ടും ഈ ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ ആവർത്തിക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നോക്കി, ഇനി അടുത്ത കൊഴുപ്പിനെ എന്താക്കി മാറ്റുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. നമുക്കറിയാം ഫാറ്റ് നിർമ്മിച്ച എന്തുകൊണ്ടാ? കൊഴുപ്പ് നിർമ്മിച്ച ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൊണ്ടാണ്. അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്ന ആരാ? പാൻക്രിയാറ്റിക് ലിപ്പൈസ്. കിട്ടിയോ? ഒരു ചെറിയ അറിവേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മേഖലയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പൊ ദഹനം തുടങ്ങുന്ന എവിടാ? വായില്. അവസാനിക്കുന്ന എവിടാ? ചെറുകുടൽ. അല്ലേ? ഇനി നോക്കിയേ, ദഹനശേഷമുള്ള പോഷക ഘടകങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആഗിരണം ചെയ്യണം. ഇല്ലേ? അവിടെ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക. അതായത് 80% പോഷക ഘടകങ്ങളെയും ജലത്തെയും ആഗിരണം ചെയ്യുന്നത് ആരാ? ഇപ്പൊ ചിലരൊക്കെ മനസ്സിൽ വൻകുടലൊക്കെ വരും ജലം എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ചെറുകുടൽ. 80% ജലത്തെയും പോഷക ഘടകങ്ങളെയും ആഗിരണം ചെയ്യുന്നത് ചെറുകുടലാണ്. 10% ജലത്തിന്റെ പുനരാഗീരണം നടക്കുന്ന ഭാഗമാണ് ഏതാ? വൻകുടൽ. ഏതാണ്? വൻകുടൽ. ക്ലിയർ ആണേ? ഓക്കെ. ഇനി അതുപോലെ ഈ ദഹനവുമായി ബന്ധപ്പെട്ട് 2 പോയിന്റ് പറയാം. മനുഷ്യന്റെ ദഹന പ്രക്രിയ ഏത് ടൈപ്പാണ്? ഏത് ടൈപ്പ് പോഷണമാണ് മനുഷ്യൻ്റെത്? ഓട്ടോട്രോപിക് ആണോ? ഹെറ്ററോട്രോപിക് ആണോ? നമ്മൾ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നവരാണോ? അല്ല. സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നത് സസ്യങ്ങൾ മാത്രമാണ്. അല്ലേ? അവർ ഓട്ടോട്രോപ്സ് ആണ്. അപ്പൊ നമ്മൾ ആരാ? നമ്മൾ ഒരു ഇതുമില്ലാതെ, ഒരു ആശങ്കയില്ലാതെ സസ്യങ്ങളെ നേരിട്ടോ അല്ലാതെ നമ്മൾ ആഹാരമാക്കുന്നു. ശരിയല്ലേ? ഈ ലോകത്തിൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവരാണ് ഓട്ടോട്രോപ്സ്, സ്വഭോഷികൾ. അത് സസ്യങ്ങൾ മാത്രമാണ്, ഹരിതസസ്യങ്ങൾ മാത്രമാണ്. അല്ലേ? ഹരിതസസ്യങ്ങൾ മാത്രമാണ്. നമ്മൾ എന്താണ്? നമ്മൾ സ്വഭോഷികളാണ്. അവരെ ആശ്രയിച്ച് ജീവിക്കും. അല്ലേ? ഹെറ്ററോട്രോപ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷനിൽ ഏത് ടൈപ്പാണ് മനുഷ്യൻ്റെത്? മനുഷ്യൻ ഭക്ഷണം എന്ത് ചെയ്യും? അകത്തേക്കിട്ട് ഭക്ഷണം വായിലേക്കിട്ട് ചവച്ചരച്ച് കുഴമ്പ് പരുവത്തിലാക്കി ആമാശയത്തിലൂടെ കടത്തി അകത്തൂടെ എൻസൈമിന്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ നടത്തി പുറത്ത് കളയല്ലേ? അപ്പൊ ഇതിനൊരു പേരുണ്ട്, ഹോളോസോയിക് പോഷണം. എന്ത് വിളിക്കും? ഹോളോസോയിക് പോഷണം. എന്ത് വിളിക്കും? മനുഷ്യന്റെ പോഷണം ഏത് ടൈപ്പാണ്? ഹോളോസോയിക് പോഷണമാണ്. ഏതാണ്? ഹോളോസോയിക്. നമ്മളും അമീബയും ഒരുപോലെയാണ്. അതാണ്ട് ആർക്കും വരയ്ക്കാം, എങ്ങനെയും വരയ്ക്കാം. അമീബയും നമ്മൾ ഒരുപോലെ. അതെന്താ? ഏകോശജീവിയായ അമീബയും മനുഷ്യനും ഒരുപോലാന്ന് വെച്ചാൽ ഹോളോസോയിക് ആണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും അവരും ചെയ്യും. ഭക്ഷണത്തെ അകത്താക്കും, എൻസൈം ഉപയോഗിച്ച് അതിനെ വിഘടിപ്പിക്കും, പോഷക ഘടകങ്ങൾ എടുക്കും, പുറത്തു കളയും. മനസ്സിലായല്ലോ? കിട്ടിയോ? നമ്മുടെ പോഷണ പ്രക്രിയ ഏതാണ്? ഹോളോസോയിക്. ഇപ്പൊ ഡ്രൈവർ തസ്തിക പരീക്ഷ തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് PSC ഡ്രൈവർ കോംബോ ബാച്ച് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളെ കൊണ്ടാവും. അതിൻ്റെ ഭാഗമായി നമ്മൾ ക്ലാസ്സുകൾ ആപ്പിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള കാര്യം, അതായത് ലളിതമായ പഠന രീതി, അതുപോലെ തന്നെ ഡെയിലി ഉള്ള അപ്ഡേഷൻ, സ്പെഷ്യൽ മെന്റർഷിപ്പ്, മറ്റു കാര്യങ്ങളും എല്ലാം. അതായത് PDF നോട്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ പരീക്ഷയെ നമുക്ക് നേരിടാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലേ? എല്ലാവരും പറയും ഇത്രയും വൈഡായിട്ടുള്ളൊരു സിലബസ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിനുവേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ്സുകൾ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.